ഗാന്ധിജിയെ ആര് കൊന്നു, എന്തിനു കൊന്നു, അത് മൂടിവെക്കാനാണ് വളരെ ആസൂത്രിതമായൊരു ശ്രമം കുറച്ചു കാലമായി നടന്നുകൊണ്ടേയിരിക്കുന്നത്. സാന്ദർഭികമായി പറയട്ടെ, കഴിഞ്ഞ ജനുവരി 30 പുറത്തിറങ്ങിയ മലയാള മനോരമ ദിനപത്രത്തിൽ ഗാന്ധിജിയെക്കുറിച്ച് എമ്പാടും എഴുതിയിട്ടുണ്ട്. മുഖപ്രസംഗവും ഗാന്ധിജിയെ കുറിച്ചാണ്. പക്ഷെ ആ മുഖപ്രസംഗത്തിൽ വാചകം ഇങ്ങനെയാണ്: രാഷ്ട്രപിതാവായ ഗാന്ധിജിയെ നമ്മൾ തന്നെ കൊന്നു. പത്രം വായിക്കുന്ന ആൾ ഞെട്ടിപ്പോവും. നമ്മൾ കൊന്നു എന്നോ? ആരാണ് ഈ നമ്മൾ? ഗാന്ധിവധത്തിൽ നമുക്കെന്താണ് പങ്ക്? നമ്മളല്ല കൊന്നത്, ഗോഡ്സെയാണ് കൊന്നത്. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജിൻ്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. അദ്ദേഹം വയനാട്ടിൽ സംസാരിക്കുകയായിരുന്നു. മാധ്യമങ്ങൾ തുടർച്ചയായിട്ട് അർദ്ധസത്യങ്ങൾ തുടർച്ചയായി കൊടുത്ത് അർദ്ധസത്യങ്ങളും അസത്യങ്ങളും പിന്നെ സത്യങ്ങളാക്കി മാറ്റിയെടുക്കുന്ന രീതിയെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഗിബിൾസിനെ കുറിച്ചുമാണ് അദ്ദേഹം സംസാരിക്കുന്നത്. വളരെ രസകരമായിട്ട് അദ്ദേഹം കാര്യങ്ങൾ പറയുന്നുണ്ട്. മാത്രമല്ല, മനോരമയെക്കുറിച്ചും മാതൃഭൂമിയെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ മനോരമയും മാതൃഭൂമി നടത്തിയ കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. മാത്രമല്ല, ഗുജറാത്തിൽ പോയ സമയത്ത് ഗുജറാത്ത് സർക്കാരിൻ്റെ ഗാന്ധി മ്യൂസിയത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ വാക്കുകളുണ്ട്. നമുക്കതിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. തീർച്ചയായിട്ടും ഇത് സത്യത്തിലൊരു പുതിയ വെല്ലുവിളിയല്ല. ലോകം ഇത് നേരിട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ സംഘടിതമായ നുണപ്രചാരണം ഒരു പ്രതീതി സൃഷ്ടിക്കും, പ്രതീതിയുടെ ഒരു പ്രപഞ്ചമുണ്ടാക്കും എന്നത് ഏറ്റവും ശരിയായി തിരിച്ചറിഞ്ഞതും പ്രയോഗിച്ചതും ഫാസിസമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഗീബൽസിനെ കുറിച്ചൊക്കെ ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആവർത്തിച്ച് നുണ പ്രചരിപ്പിക്കുക, അങ്ങനെ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അതിനും ഒരു ഇടം സമൂഹത്തിൽ ഉണ്ടാകുമെന്നും അത് ജനങ്ങളെ തങ്ങൾക്ക് അനുകൂലമാക്കി സംഘടിപ്പിക്കുന്നതിന് സഹായകരമാകുമെന്നുമെല്ലാം ഫാസിസ്റ്റുകൾ വളരെ മുൻപേ തന്നെ പരീക്ഷിച്ചിട്ടുള്ള ഒരു തന്ത്രമാണ്. ഗ്രന്ഥശാലകൾക്ക് തീവെച്ചുകൊണ്ടാണ് ഒരു ഘട്ടത്തിൽ ജർമ്മനിയിൽ ഫാസിസം മുൻപോട്ട് പോയിട്ടുള്ളത്. സ്വീകരിക്കുന്ന ഒരു വിഭാഗമാണ് ഇന്നത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ അധികാരത്തെ നിർണയിക്കുന്നത്. ഇന്ന് അതിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് അവരാണ്. മുസോളിനിയെയും ഹിറ്റ്ലറെയും മാതൃകയായി സ്വീകരിക്കാം എന്ന് പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളവരാണ് അവർ എന്ന് നാം കാണണം. അവർ ഹിറ്റ്ലറെയും മുസോളിനിയെയും മാതൃകയായി സ്വീകരിക്കുന്നവർ അവരുടെ രീതിശാസ്ത്രങ്ങളെയും കടം കൊള്ളും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പം നിരന്തരം നമ്മുടെ രാജ്യം ആ ഒരു വെല്ലുവിളിയെ ഇപ്പൊ നേരിട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഗുജറാത്തിൽ പോകാൻ ഒരു അവസരം വന്നപ്പോൾ അവിടെ ഗാന്ധിനഗറിൽ ഒരു ഗാന്ധി മ്യൂസിയം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ആധുനിക സാങ്കേതിക സംവിധാനങ്ങളുടെ അകമ്പടിയോടെ ഗാന്ധിജിയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങളെ അടയാളപ്പെടുത്തുന്ന ഒരു മ്യൂസിയമാണ്. അപ്പൊ നമ്മൾ ഒരു ഭാഗത്തു നിന്നൊക്കെ കണ്ട് അവസാനം എത്തുന്ന സമയത്ത് ഗാന്ധിജിയുടെ വധം പരാമർശിക്കുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു നരേഷനാണ്. 1948 ജനുവരി 30 പ്രാർത്ഥനാ യോഗത്തിലെത്തിയ ഗാന്ധിജിയെ ഒരാൾ വെടിവെച്ചു. അത്രയേ ഉള്ളൂ. ആ ആൾ ആരാണ് എന്ന് പറയുന്നേയില്ല. ആ ആളുടെ പേര് ഗുജറാത്ത് സർക്കാരിന് അറിയില്ല. എന്തിന് കൊല്ലപ്പെട്ടു എന്നും അറിയില്ല. ഇതൊരു വലിയ ഭാഗമായി ആരംഭിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഗാന്ധിജിയെ ആര് കൊന്നു, എന്തിനു കൊന്നു, അത് മൂടിവെക്കാനാണ് വളരെ ആസൂത്രിതമായൊരു ശ്രമം കുറച്ചു കാലമായി നടന്നുകൊണ്ടേയിരിക്കുന്നത്. സാന്ദർഭികമായി പറയട്ടെ, കഴിഞ്ഞ ജനുവരി 30 പുറത്തിറങ്ങിയ മലയാള മനോരമ ദിനപത്രത്തിൽ ഗാന്ധിജിയെക്കുറിച്ച് എമ്പാടും എഴുതിയിട്ടുണ്ട്. മുഖപ്രസംഗവും ഗാന്ധിജിയെ കുറിച്ചാണ്. പക്ഷെ ആ മുഖപ്രസംഗത്തിൽ വാചകം ഇങ്ങനെയാണ്: രാഷ്ട്രപിതാവായ ഗാന്ധിജിയെ നമ്മൾ തന്നെ കൊന്നു. പത്രം വായിക്കുന്ന ആൾ ഞെട്ടിപ്പോവും. നമ്മൾ കൊന്നു എന്നോ? ആരാണ് ഈ നമ്മൾ? ഗാന്ധിവധത്തിൽ നമുക്കെന്താണ് പങ്ക്? നമ്മളല്ല കൊന്നത്, ഗോഡ്സെയാണ് കൊന്നത്. അദ്ദേഹം ഹിന്ദുത്വ എന്ന പുസ്തകത്തിലൂടെ മതരാഷ്ട്രവാദം മുൻപോട്ട് വെച്ച ഇന്ത്യൻ വർഗീയതയുടെ ആദ്യ പഥികരിൽ ഒരാളായിരുന്നു എന്ന് മനോരമ പറയുന്നേയില്ല. മാതൃഭൂമിയും വ്യത്യസ്തമായിട്ടല്ല. അതിന്റെ തൊട്ട് മുൻപിലത്തെ വർഷം 2022 ജനുവരി 30 ഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലും ഗാന്ധിജി എങ്ങനെ കൊല്ലപ്പെട്ടു, ആര് കൊന്നു എന്നില്ല. ഈ കഴിഞ്ഞ ജനുവരി 30 ദേശീയ മാധ്യമങ്ങളിൽ വന്ന ലേഖനങ്ങളിലും ഇത് കാണാനില്ല.
ഇത് യാദൃച്ഛികമല്ല. ഇതിനോട് ചേർത്ത് വെച്ച് വായിക്കണം. കഴിഞ്ഞ വർഷം UP-യിലെ ഹൈസ്കൂൾ ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യം ഇങ്ങനെയായിരുന്നു: രാഷ്ട്രപിതാവ് ഗാന്ധിജി ആത്മഹത്യ ചെയ്തത് എന്തുകൊണ്ട്? ഇതായിരുന്നു ചോദ്യം. ഉറപ്പായിട്ടും നമുക്ക് സംശയിക്കാം, 10-15 വർഷം കഴിയുമ്പോൾ മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടുവെന്ന് നമ്മുടെ നാട്ടിലെ കുട്ടികൾ വിശ്വസിച്ചു കൊള്ളണമെന്നില്ല. ഗാന്ധിജി എങ്ങനെയോ മരിച്ചുപോയ ഒരു പാവമാണ് എന്ന് മാത്രമായിരിക്കും അവരറിയുക. ചരിത്രത്തെ ഇങ്ങനെ മായ്ച്ചു കളയുകയാണ്. ഗാന്ധിജി ചരിത്രത്തിന്റെ പുറത്തേക്ക് പോകുന്നു. ഡാർവിൻ പൂർണ്ണമായി പോയി. ടാഗോർ പാതി വഴിയിൽ നിൽക്കുന്നു. ഇത് വലിയ ഒരു രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമായി രൂപപ്പെട്ടു വന്നിട്ടുള്ള വർത്തമാനകാല വെല്ലുവിളിയാണ്. ചരിത്രത്തെ ഒരു സമരായുധമായി ഉയർത്തിക്കൊണ്ടുവന്ന് ഈ വർത്തമാനകാലത്തിന്റെ വെല്ലുവിളികളെ നേരിടുക എന്നത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. ആ ദിശയിലുള്ള ചില സാഹിത്യ സൃഷ്ടികളെങ്കിലും പിറവിയെടുക്കുന്നുണ്ട് പുതിയ തലമുറയിൽ എന്നതും നമുക്ക് ആശാവഹമായിട്ടുള്ള ഒരു കാര്യമാണ്. സ്വേച്ഛാധികാര വാഴ്ച അല്ലെങ്കിൽ അമിതാധികാര പ്രവണത എന്നൊക്കെ പറയുന്നത് വിധേയന്മാരെ സൃഷ്ടിക്കും വളരെ വേഗത്തിൽ, വിപ്ലവകാരികളെയും സൃഷ്ടിക്കും. പക്ഷേ കൂടുതൽ പേരും വിധേയരായി മാറുന്നു എന്നാണ് ചരിത്രത്തിൽ ചിലരൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഇപ്പോ ചില ഉദാഹരണങ്ങൾ, ഇപ്പോ മാധ്യമ പ്രവർത്തകരെ അഭിമുഖീകരിക്കാത്ത ആളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അത് ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ സവിശേഷമായി അടയാളപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. പക്ഷെ അദ്ദേഹത്തെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ടെലിവിഷൻ ചാനൽ തങ്ങളുടെ ന്യൂസ് കോൺക്ലേവ് നടത്തിയപ്പോൾ ഉദ്ഘാടകനായി വിളിക്കാൻ ഒരു മടിയും ഉണ്ടായിരുന്നില്ല. സാമാന്യമായ ഒരു യുക്തി ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഘട്ടമാണ്. ജനാധിപത്യ രാഷ്ട്രത്തിന്റെ ഭരണത്തലവനായിരിക്കുന്ന ഒരാൾ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നു. പക്ഷേ ആ ആൾ പ്രധാനപ്പെട്ട ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ന്യൂസ് കോൺക്ലേവിന്റെ ഉദ്ഘാടകനായി വരുന്നു എന്ന് മാത്രമല്ല, ആ മാധ്യമ സ്ഥാപനത്തിന്റെ മേധാവി അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് കൊടുത്ത ഒരു വിരുന്നുണ്ട്. ആ വിരുന്നിലെ അതിഥിയായും ക്ഷണിക്കപ്പെടുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിലുള്ള ചില കൊടുക്കൽ വാങ്ങലുകൾ, ചില ഒത്തുതീർപ്പുകൾ, ചില നിശബ്ദതകളുടെ പ്രതിഫലങ്ങൾ, ഇതൊക്കെ ഈ സ്വേച്ഛാധികാര വാഴ്ചയുടെ ഭാഗമായി ലോകത്തെവിടെയും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ധീരമായി ചോദ്യം ചോദിക്കാൻ തയ്യാറാകുമ്പോൾ നിങ്ങൾക്ക് ആക്രമണങ്ങളെയും പീഡനങ്ങളെയും ഏറ്റുവാങ്ങേണ്ടി വരും. അങ്ങനെ ഏറ്റുവാങ്ങേണ്ടി വന്നാലും വേണ്ടില്ല, ഞങ്ങൾ എല്ലാ അനീതിയെയും ചോദ്യം ചെയ്യും എന്ന് സ്ഥാപനങ്ങളും വ്യക്തികളും സമൂഹമാകെയും പ്രഖ്യാപിക്കുമ്പോഴാണ് മാറ്റത്തിന് വേണ്ടിയുള്ള പോരാട്ടം കൂടുതൽ ശക്തിപ്പെടുക. പക്ഷേ വർത്തമാനകാല ഇന്ത്യയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, ഇപ്പൊ പ്രധാനമായിട്ടും മാധ്യമങ്ങളെ കേന്ദ്രീകരിക്കാൻ കാരണം ഫോർത്ത് എസ്റ്റേറ്റിലാണ് പലപ്പോഴും പലരും പ്രതീക്ഷ അർപ്പിക്കുന്നത്. പക്ഷെ ഇന്നത്തെ ഇന്ത്യയിൽ ജനാധിപത്യത്തിന്റെ ഒരു നാവായി, അതായത് അടിച്ചമർത്തപ്പെടുന്ന ജനവിഭാഗങ്ങളുടെ പക്ഷത്ത് നിൽക്കും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന മാധ്യമങ്ങളിൽ നിന്ന് അത് കാണുന്നില്ല. ഇപ്പോൾ ഒരൊറ്റ ഉദാഹരണം പറഞ്ഞാൽ ഒരുപക്ഷെ അത് മനസ്സിലായേക്കും. കഴിഞ്ഞ വർഷമാണ് പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നാണ് നമ്മൾ അഭിമാനിക്കുന്നത്. അതിന്റെ പുതിയ പാർലമെന്റ് മന്ദിരമാണ്. പക്ഷെ ആ ഉദ്ഘാടന ചടങ്ങ് ഇന്ത്യൻ ഭരണഘടനയോടുള്ള കടുത്ത അവഹേളനമായി. ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട അർത്ഥനഗ്നരായ പുരോഹിതന്മാർ ആ വേദി കൈയടക്കി, ഹൈജാക്ക് ചെയ്തു. രാഷ്ട്രം മതനിരപേക്ഷ രാഷ്ട്രമാണ്, പക്ഷെ നടന്നത് ഒരു അമ്പലത്തിലെ പൂജ പോലെയാണ്. അതാണ് നടന്നത്. പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ, പിറ്റേ ദിവസം പുറത്തിറങ്ങിയ മലയാള മനോരമ പത്രത്തിന്റെ തലക്കെട്ട് സമർപ്പണം എന്നായിരുന്നു. മുക്തകണ്ഠ പ്രശംസയാണ്. ഒരു ദുർബലമായ വാക്കുകൊണ്ട് പോലും ഒരു വിമർശനം ഉയർത്താൻ സാധിച്ചില്ല. മാതൃഭൂമി പത്രത്തിന്റെ തലക്കെട്ട് പുതിയ ഇന്ത്യ എന്നായിരുന്നു. ഏതർത്ഥത്തിലാണ് ഉപയോഗിച്ചതെന്ന് എനിക്കറിയില്ല, പക്ഷെ അതായിരുന്നു തലക്കെട്ട്. ദേശാഭിമാനി അന്ന് കൊടുത്ത തലക്കെട്ട് ഇതല്ല ഇന്ത്യ എന്നായിരുന്നു. ദ ടെലഗ്രാഫ് ദിനപത്രം കൊടുത്ത തലക്കെട്ട് ഒരുപക്ഷെ അന്ന് പുറത്തിറങ്ങിയ ഇന്ത്യൻ പത്രങ്ങളിൽ ഏറ്റവും ചിന്തോദ്ദീപകമായ ഒരു തലക്കെട്ടായിരുന്നു. അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2023 BC ഇതായിരുന്നു ആ തലക്കെട്ട്. പക്ഷെ പിന്നെ നമ്മൾ കേൾക്കുന്നത് ടെലഗ്രാഫിന്റെ എഡിറ്റർ മലയാളി കൂടിയായ ശ്രീ രാജഗോപാൽ ആ സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ കേൾക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഭരണകൂടം അതിന്റെ സ്വേച്ഛാധികാര വാഴ്ചയുടെ വീതിയിൽ ഒരുപാട് വിധേയന്മാരെ സൃഷ്ടിക്കുന്നു.
പ്രലോഭനവും ഭീഷണിയും സമ്മർദ്ദവും തങ്ങൾക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. അതിൽ ജനാധിപത്യത്തിന്റെ 4ാം തൂണ് എന്ന് നാം കരുതി പോന്നവരൊക്കെ വീണുപോകുന്നു. അല്ലെങ്കിൽ അവർ അത് ആഹ്ലാദപൂർവം ആ ഒരു നില സ്വീകരിക്കുന്നു. ഇവിടെ വ്യക്തികൾ എന്ന നിലയ്ക്ക് എങ്കിലും ഇത് പ്രതിരോധിക്കപ്പെടേണ്ടതുണ്ട്, തുറന്നു കാണിക്കപ്പെടേണ്ടതുണ്ട്, ചോദ്യം ചോദിക്കേണ്ടതുണ്ട്. മനുഷ്യർ അവർ ഒറ്റയ്ക്കും കൂട്ടായും ഇത്തരത്തിലുള്ള രാഷ്ട്രം നേരിടുന്ന വെല്ലുവിളികൾക്കെതിരായ പോരാട്ടത്തിൽ അണിനിരക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇത്തരത്തിലുള്ള സാഹിത്യോത്സവങ്ങളിലെ ചർച്ചകളും ഒക്കെ നമ്മുടെ രാജ്യത്തിന്റെ വർത്തമാനകാല സാഹചര്യങ്ങളെ ശരിയായി പ്രതിഫലിപ്പിക്കുന്നതും അതിൽ ഇടപെടാൻ പരിശ്രമിക്കുന്നതുമായി തന്നെ രൂപപ്പെടുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്.